പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം യെശയ്യാ 48 അധ്യായം 10 തിരുവചനമാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു തിരുവചനമാണിത്. ദൈവത്തിന് നമ്മെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി നാം തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാം ഓർത്തിരിക്കണം, നമ്മുടെ സഹനങ്ങൾക്ക് വലിയ വിലയുണ്ട്. സഹനങ്ങളെ കൃപകളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. നമ്മുടെ സഹനങ്ങളെ ക്ഷമയോടെ, നിരാശപ്പെടാതെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ സഹനങ്ങളെല്ലാം വലിയ കൃപകളായി മാറും. നമുക്ക് ദുഃഖങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം. എന്നാൽ ദൈവം നമ്മെ ഓരോ ദിവസവും കാത്തു പരിപാലിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. റോമ 8:28 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. എബ്രായർ 10:36 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. എന്നാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് നിത്യജീവൻ്റെ കിരീടമാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1 അധ്യായം 12 തിരുവചനം, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. അപ്പോൾ സ്നേഹം തന്നെയായ ദൈവം നമുക്ക് തിന്മയായിട്ടുള്ളതൊന്നും തന്നെ അനുവദിക്കുകയില്ല. വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്തമായ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനശക്തിയുള്ള ഒരു മനസ്സാണ് നാം ഒരുക്കിയെടുക്കേണ്ടത്. യേശു പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവൻ്റെ കുരിശുമെടുത്ത് അവനവൻ്റെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുക ആണ്. അപ്പോൾ കുരിശും എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കുരിശുകളെ, സഹനങ്ങളെ നിരാശ കൂടാതെ അവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.